ഓൺട്രപ്രണേഴ്സും ഒരു ബിസിനസ്സിലെ സെയിൽസിലിരിക്കുന്ന ആൾക്കാരിലും ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് കോൺഫിഡൻസ്. ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ് ഓണർക്ക് മാത്രമാണ് ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു കോൺഫിഡൻസ് ഉള്ള ഓൺട്രപ്രണർക്ക് മാത്രമാണ് മറ്റുള്ളവരിൽ ട്രസ്റ്റ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക. ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഓൺട്രപ്രണർക്ക് മാത്രമാണ് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഓൺട്രപ്രണർക്കും കോൺഫിഡൻസ് ഉള്ള ഒരു ഓൺട്രപ്രണറേയും കമ്മ്യൂണിക്കേഷൻ സ്കിൽ എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു കോൺഫിഡൻസ് ഉള്ള നല്ലൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ അയാളുടെ ഡിസിഷൻ എപ്പോഴും വളരെ ഫാസ്റ്റ് ആയിരിക്കും. ക്വിക്ക് ഡിസിഷൻ ആൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അയാൾക്ക് നല്ല പോലെ സക്സസ് സൈക്കിൾ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പല ബിസിനസ്സുകാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ബിസിനസ്സിൽ ഫെയിലിയറും സക്സസ്സും ഇത് ഒരു കയറ്റ ഇറക്കം പോലെ സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാ സമയത്തും നമ്മളുടെ സക്സസ് ഒരിക്കലും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എവിടെയും പോസിബിൾ അല്ല. അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു വലിയ ഫെയിലിയർ വരാം, ഒരു ലോസിലേക്ക് നമ്മൾ ബിസിനസ് പോവാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോ അല്ലെങ്കിൽ രാജ്യത്തിലെ ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കാം. നമ്മളെക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു കോമ്പറ്റീറ്റർ മാർക്കറ്റിൽ വരുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കാം. നമ്മളെ ടീമിനെ വളരെ ഫാസ്റ്റായിട്ട് വേറെ കോമ്പറ്റീറ്റേഴ്സ് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ബിസിനസ്സിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളത്. ഒന്ന് ആ ബിസിനസ്സും, രണ്ട് ആ ബിസിനസ് ഓണറുടെ കോൺഫിഡൻസും. ഒരു ഓൺട്രപ്രണർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിൽ റിസ്കുകളും പ്രോബ്ലംസും സർവ്വസാധാരണമാണ്. നമ്മുടെ ബിസിനസ്സിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മളെ ബിസിനസ് അവിടെ ലോസ് ആയി പോവുക അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ വലിയ ഡാമേജ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തത് നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ആണ്. പൊതുവെ കോൺഫിഡൻസിനെ കുറിച്ച് പറയുമ്പോൾ കോൺഫിഡൻസ് ഒരു ഇൻബോൺ ടാലൻ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാൽ കിട്ടുന്ന ഒരു സ്കില്ലല്ല. കോൺഫിഡൻസ് എന്നാൽ ആക്ച്വലി ഇതൊരു ലേണബിൾ സ്കില്ലാണ്. നമ്മൾ പഠിച്ചെടുക്കേണ്ട, ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലും എത്ര റിസ്കി ആയ സിറ്റുവേഷനെയും വളരെ ഇഫക്റ്റീവായിട്ട് ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ് ഓണർക്ക് പറ്റുമെന്നുള്ളതാണ്.